നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ മേടക്കൂറുകാരുടെ 2024 ഏപ്രിൽ മാസം മുതൽ മെയ് മാസം വരെയുള്ള പരിഹാരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ നക്ഷത്രക്കാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് തൊഴിലിൽ അഭിവൃദ്ധിയും സ്ഥാനക്കയറ്റവും ഉണ്ടാകുവാൻ വേണ്ടി ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നിത്യം ഗൃഹത്തിൽ ശാസ്താവിൻ്റെ സ്തോത്രങ്ങൾ ജപിക്കുകയും ശാസ്താവിന് നീലപ്പട്ട് സമർപ്പിക്കുന്നതും നവഗ്രഹങ്ങളിൽ ശനിക്ക് അർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് പരീക്ഷ എഴുതുന്നതിനും പരീക്ഷാ വിജയത്തിനു വേണ്ടിയും വ്യാഴനെ പൂജിക്കുന്നത് വളരെ ഉത്തമമാണ്. എഴുത്ത്, പാട്ട്, കല, യന്ത്രങ്ങൾ എന്നിവ കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിഹാരമായി വിഷ്ണുവിന് പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും വിദ്യാരാജഗോപാല അർച്ചനയും നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. ദേഹത്തിൽ വരുന്ന അസുഖങ്ങൾ മാറുവാനും വിജയത്തിനും മനസ്സുഖത്തിനും വേണ്ടിയും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകവും ഷഷ്ടിവ്രതം, ഭസ്മാഭിഷേകം എന്നിവ നടത്തുന്നതും ഉത്തമമാകുന്നു. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും സന്താനങ്ങൾ ഉണ്ടാകാത്തവർക്ക് സന്താന ലഭ്യതയ്ക്ക് വേണ്ടിയും പരിഹാരമായി ശിവക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും കദളിക്കുല സമർപ്പണവും നടത്തുന്നത് ഉത്തമമാകുന്നു. മുടങ്ങിക്കിടന്ന വീടുകളുടെ പണി പൂർത്തിയാക്കുവാനും പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും പിണങ്ങിയ സുഹൃത്തുക്കൾ ഒന്നാവുവാനും വേണ്ടി ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുകയും നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതും ഉത്തമമാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് കാലിൽ അസുഖങ്ങൾ വരുവാൻ സാധ്യത കൂടുതൽ ആയതിനാൽ സർപ്പക്ഷേത്ര ദർശനവും സർപ്പദൈവങ്ങൾക്ക് പാട്ട്, പാലഭിഷേകം എന്നിവ നടത്തുന്നതും ഉത്തമമാകുന്നു. അതുപോലെ വയറിന് അസുഖങ്ങൾ വരുവാൻ സാധ്യത കാണുകയാൽ ശാസ്താവിന് നെയ്യ് സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. കല്യാണ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും പിണങ്ങിയ ബന്ധങ്ങൾ ഒന്നിക്കുവാൻ വേണ്ടിയും പരിഹാരമായി ഐക്യസൂക്താർച്ചനയും ഭാഗ്യസൂക്താർച്ചനയും ദേവീക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് കത്തിക്കുന്നതും നൃത്തം കളിക്കുന്നതും ഉത്തമമാകുന്നു. അതുപോലെ ക്ഷേത്രകലകൾ നടത്തുന്നതും വളരെ അഭിവൃദ്ധിയുണ്ടാക്കുന്നു. ദുർസ്വപ്നങ്ങൾ കാണുക, മരണഭയം, അപകടങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് പുണ്യ സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയേറെ ഉത്തമമാകുന്നു.